ബംഗ്ലാദേശ് ഇന്ത്യയെ പൂട്ടാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആവശ്യമില്ലാതെയും തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തരാനായി ഇന്ത്യയിൽ നിന്ന് വമ്പൻ ഇറക്കുമതികളെല്ലാം നിർത്തി ബംഗ്ലാദേശ് ഇപ്പോൾ മറ്റൊരു രാജ്യത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ബംഗ്ലാദേശ് വലിയ രീതിയിൽ വെട്ടിലായിരിക്കുകയാണ്. കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ആശ്രയിച്ചത് മറ്റൊരു രാജ്യത്തെയുമല്ല, നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനെയാണ്. അതേസമയം പാകിസ്ഥാനും ഇതേ ആവശ്യങ്ങൾക്കായി ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയാണ് ഏറ്റവും അധികം ഉള്ളിയും ഉരുളക്കിഴങ്ങും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിനും ഇന്ത്യയാണ് ഏറ്റവും അധികം ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിങ്ങനെയുള്ള പലതരം പച്ചക്കറികളും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാന് ഈ ഇടയ്ക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധത്തിൽ ഇടത്തരം കച്ചവടക്കാർ പാകിസ്ഥാനിൽ കഷ്ടപ്പെട്ടു. അവർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ പ്രക്ഷോഭമുണ്ടായി. പ്രക്ഷോഭം ഇന്ത്യ ഏർപ്പെടുത്തിയ ഉപരോധം പറഞ്ഞു തീർക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ പട്ടിണി കിടന്ന് മരിക്കും എന്നായിരുന്നു പാകിസ്ഥാനിലെ ഇടത്തരം കർഷകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ആ സമയത്താണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിലേക്ക് ലോട്ടറി അടിച്ചതുപോലെ, അതായത് പാകിസ്ഥാന് ലോട്ടറി അടിച്ചതുപോലെ വന്നു കയറിയത്. ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും വ്യാപാരം പൂർണ്ണമായും നിർത്തി. ഇനി ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിലേക്ക് ചെന്നത്. ഇതോടുകൂടി പാകിസ്ഥാൻ സന്തോഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ കൗതുകകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന് പാകിസ്ഥാൻ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൊടുക്കുന്നതും ഇന്ത്യയിൽ നിന്ന് മേടിച്ചിട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില ഈ ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ സമീപിച്ചത്. എന്നാൽ യഥാർത്ഥ കാരണം അതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയുമായി ഒരു നല്ല ബന്ധം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിലേക്ക് പോയത്. എന്നാൽ പാകിസ്ഥാനിലേക്ക് പോയ ബംഗ്ലാദേശ് ഇരട്ടി വിലയ്ക്ക് ഇതെല്ലാം അവിടെ നിന്ന് വാങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ഉള്ളിയും ഉരുളക്കിഴങ്ങും പാകിസ്ഥാനിലേക്ക് എത്തുന്നത് റോഡ് മാർഗമാണ്. ആ റോഡ് മാർഗം ഇന്ത്യക്ക് ബംഗാളിൽ നിന്നും ധാരാളം ചരക്കുകൾ ബംഗ്ലാദേശിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. വലിയ രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗതാഗതത്തിന്റെ ചെലവ് നിജപ്പെടുത്തി ഇന്ത്യ അത് എത്തിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വലിയ റോഡ് മാർഗം കറങ്ങി ബംഗ്ലാദേശിലേക്ക് ഈ ചരക്കെത്തുമ്പോൾ ബംഗ്ലാദേശിന് ഇരട്ടി തുക കൊടുത്താണ് പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ഇതെല്ലാം മേടിക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ചൈനയെ ആശ്രയിക്കാനും ബംഗ്ലാദേശിന് പറ്റില്ല. കാരണം ചൈന നിലവിൽ ബംഗ്ലാദേശിലേക്കും എന്ന് മാത്രമല്ല വേറൊരു രാജ്യത്തേക്കും ഉള്ളി ഇറക്കുമതി ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പാകിസ്ഥാന്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും ബംഗ്ലാദേശിന് ഇത് കൊടുക്കാനുള്ള കൂടി വരികയാണ്. പോരാത്തതിന് പാകിസ്ഥാനിൽ നിന്ന് എന്നും ഈ ചരക്കുകൾ കിട്ടും, അതായത് ഉള്ളിയും ഉരുളക്കിഴങ്ങും കിട്ടും എന്നുള്ളതും ബംഗ്ലാദേശിന് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. സ്വാഭാവികമായി ഇന്ത്യയെ തന്നെ വീണ്ടും ബംഗ്ലാദേശിനെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇന്ത്യയുടെ കാലുപിടിക്കാൻ വീണ്ടും ബംഗ്ലാദേശ് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പരമ്പരാഗതമായി ഇന്ത്യയാണ് ബംഗ്ലാദേശ് ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇറക്കുമതിക്കായി ആശ്രയിച്ചു കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ നിന്നും മ്യാൻമറിൽ നിന്നും ഉള്ളി ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്തിരുന്നു. പാകിസ്ഥാൻ, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്ന് ചെറിയ അളവിൽ ഇവർ ഇത് ഇറക്കുമതി ചെയ്തിരുന്നു. ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇറക്കുമതി ചെയ്തിരുന്നു. വിലക്കയറ്റം ഇന്ത്യൻ വിപണിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ട്രേഡ് ആൻഡ് ടാരിഫ് കമ്മീഷൻ BHC അവിടെ ഒരു യോഗം വിളിച്ചു. ഇതര വിതരണക്കാരെ കണ്ടെത്തി വാണിജ്യ മന്ത്രാലയവുമായി അവരുടെ കണ്ടെത്തൽ പങ്കിട്ടു. ആ കണ്ടെത്തൽ വേറൊന്നുമല്ല, ഇന്ത്യയിൽ ഇതിനെല്ലാം വില കൂട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കണം, പാകിസ്ഥാനെ ആശ്രയിക്കാമെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഇത് കൃഷി മന്ത്രാലയത്തെയും നാഷണൽ ബോർഡ് ഓഫ് റവന്യൂ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി വാണിജ്യ മന്ത്രാലയം ബംഗ്ലാദേശിൽ അറിയിക്കുകയും ചെയ്തു. ഇത് പ്രേതോം അലോയ് എന്ന് പറയുന്ന പത്രമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വാണിജ്യ മന്ത്രാലയം സെക്രട്ടറി സലീം ഉദ്ദീനാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ജർമ്മനിയിൽ നിന്ന് ബംഗ്ലാദേശിനെ ഇറക്കുമതി ചെയ്യാം എന്ന് കരുതിയാൽ അത് ടണ്ണിന് $250 മുതൽ $500 വരെയാണ് കൊടുക്കേണ്ടത്. സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്യാമെന്ന് കരുതിയാൽ $400 ആണ് ഒരു ടണ്ണിന് കൊടുക്കേണ്ടത്. ചൈനയിൽ നിന്ന് $700, ഈജിപ്തിൽ നിന്ന് $800 കൊടുക്കേണ്ടി വരും. ചൈനയിൽ നിന്ന് ഉള്ളി ഇറക്കുമതി ചെയ്താൽ $650, പാകിസ്ഥാനിൽ നിന്നും $650, തുർക്കിയിൽ നിന്ന് $700 ആണ് ഈ ബംഗ്ലാദേശിന് കൊടുക്കേണ്ടി വരുന്നത്. ഇന്ത്യ അല്ലാതെ അവർക്ക് വേറൊരു സംസ്ഥാനവും ഇത് ഇത്ര ചീപ്പായി ഇറക്കുമതി ചെയ്ത് കൊടുക്കില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഇന്ത്യയെ പിണക്കി ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ പോയ ബംഗ്ലാദേശ് ചക്രശ്വാസം വലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.